السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. صدق الله مولانا العظيم. كان رسول الله صلى الله عليه وسلم أجود الناس في رمضان. رواه البخاري ومسلم. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليلي ويرى عروق نياطها في نهرها والمخ في تلك العظام نحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ പകുതിയിലധികവും നമ്മിൽ നിന്നും കടന്നുപോയി, കഴിഞ്ഞുപോയി. ഈ വേളയിൽ സത്യവിശ്വാസികൾ പരമാവധി നന്മകൾ കൊണ്ട് മുന്നേറുന്ന, സുഹൃതങ്ങൾ കൊണ്ട് ധന്യരാകുന്ന, സൽക്കർമ്മങ്ങൾ ആവും വിധം അനുഷ്ഠിച്ച് മുന്നേറുന്ന സന്ദർഭമാണല്ലോ. ഇതിൻ്റെ ഭാഗമായി തന്നെ ധാരാളം മുഅ്മിനീങ്ങൾ സക്കാത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും കണക്ക് നോക്കുന്നതും സക്കാത്ത് നൽകുന്നതും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെയാണ്. വാസ്തവത്തിൽ ധനത്തിൻ്റെ സക്കാത്ത്, കച്ചവടത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് റമളാൻ മാസത്തിൽ അല്ല. നോമ്പുമായി ബന്ധപ്പെട്ട് പെരുന്നാളിൽ വിതരണം ചെയ്യുന്ന ഫിത്ർ സക്കാത്ത് മാറ്റിവെച്ചാൽ മറ്റു സക്കാത്തുകൾ നിർബന്ധമാകുന്ന മാസമോ സമയമോ അല്ല റമളാൻ. നിശ്ചിത തുക, വിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള നിസ്വാബ്, നിശ്ചിത കണക്ക്, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എപ്പോഴാണോ പൂർത്തിയാകുന്നത്, പൂർത്തിയാകുന്ന സമയത്ത്, അത് മുഹറം മാസത്തിലാണെങ്കിൽ അപ്പോൾ, റബീഉൽ അവ്വലിലാണെങ്കിൽ അപ്പോൾ, ഏതു മാസത്തിലാണ് ഒരു വർഷം നിശ്ചിത നിസാബോടെ പൂർത്തിയാകുന്നത് എങ്കിൽ അപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. എന്നാൽ പല വിശ്വാസികളും സമയമെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ റമളാൻ മാസത്തിൽ കണക്ക് കൂട്ടി അവർക്ക് വരാനുള്ള ബാധ്യത മുൻകൂട്ടി റമളാനിൽ തന്നെ കൊടുത്തു വീട്ടുന്ന ഒരു രീതിയുണ്ട്. അത് തെറ്റല്ല, കുഴപ്പമില്ല എന്ന് മാത്രമല്ല, നല്ലത് കൂടിയാണ്. ആ അടിസ്ഥാനത്തിലാണ് റമളാനിൽ സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാനശീലം ബുഖാരിയിലും മുസ്ലിമിലും അടക്കം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദൻ നാസി ഫീ റമളാന.
എല്ലാ കാലത്തും പുണ്യനബി എമ്പാടും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ആവശ്യക്കാർ മുന്നിലെത്തിയാൽ നിരാശരാക്കി പറഞ്ഞുവിടുന്ന സ്വഭാവം പുണ്യ തങ്ങൾക്കില്ലേയില്ല. ഒരാൾ ഒരു തവണ വന്ന് ചോദിച്ച് മേടിച്ചാൽ പിന്നെയും ചോദിച്ചാൽ അപ്പോഴും കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നില്ലേ, കഴിഞ്ഞ ആഴ്ച തന്നില്ല, ഇനി എന്തൂന്നാ? അങ്ങനല്ല. ഇവൻ പാവമാണോ കൊടുത്തിരിക്കും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, പല ആവർത്തി ചോദിച്ചു വന്ന ചോദ്യകർത്താവിനെ മാനിച്ച സംഭവമാണ് ഹദീസുകളിൽ വ്യക്തമായി കാണുന്നത്. അത് റമളാനായാലോ അജ്വദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ദാനം ചെയ്യുന്നവർ തങ്ങളാണ്. അതിന് ഉപമ കാണാം. സ്വഹാബാക്കൾ പറഞ്ഞ ഉപമ അടിച്ചു വീശുന്ന കാറ്റ് പോലെ, കാറ്റടിക്കുന്നത് പോലെ തുരുതുരാ വാരി വിതറുന്ന സന്ദർഭമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് റമളാൻ. മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റമളാൻ വന്നപ്പോ ഹാദാ ഹുവ ശഹ്റു ഇഖ്റാജി സകാത്തി ലക്കും, സകാത്ത് കൊടുക്കാൻ പറ്റിയ സന്ദർഭമായ മാസം വന്നിട്ടുണ്ട് മുഅ്മിനീങ്ങളെ എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്ര സംഭവവും കാണാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ റമളാനിൽ നോമ്പ് നിർബന്ധമായതുപോലെ ഈ സമയത്ത് നിർബന്ധമാകുന്ന ഒരു കർമ്മമല്ല സകാത്ത്. ഇരട്ടി ഇരട്ടി, ഒത്തിരി ഒത്തിരി ഇരട്ടി പ്രതിഫലം ലഭിക്കാനും റമളാനിന്റെ പുണ്യം കരഗതമാക്കാനും വേണ്ടിയാണ് സത്യവിശ്വാസികൾ റമളാനിൽ സകാത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, സകാത്ത് വിശുദ്ധ ദീനിന്റെ മർമ്മപ്രധാനമായ ഒരു സ്തംഭമാണ്, ഒരു റുക്നാണ്, ഒരു തൂണാണ്. നമുക്കറിയാം, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 തൂണിന്മേൽ എടുക്കപ്പെട്ട സുശക്തമായ റബ്ബാനിയായ കോട്ടയാണ് ഇസ്ലാം. അല്ലാഹു അവനിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് ഒരുക്കിയ ദുനിയാവിലും ആഖിറത്തിലും നിർഭയത്വമേകുന്ന സമാധാന ജീവിതം സമ്മാനിക്കുന്ന സുശക്തമായ കോട്ടയാണ്, 5 തൂണുകൾ കൊണ്ടെടുക്കപ്പെട്ട കോട്ടയാണ് ഇസ്ലാം. ഈ 5 തൂണുണ്ടെങ്കിലേ ഇസ്ലാം എന്ന കോട്ടയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഈ 5 സ്തംഭങ്ങളിൽ മൂന്നാമത്തെ തൂണാണ്, മൂന്നാമത്തെ മർമ്മപ്രധാനമായ സ്തംഭമാണ് സക്കാത്ത്. സക്കാത്ത് എന്ന തൂണ്. ഒരാൾ തനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടും കൊടുക്കാനുള്ള അവസരമെത്തിയിട്ടും അയാൾ കൊടുത്തില്ലെങ്കിൽ അയാളിലെ ഇസ്ലാം പൊളിഞ്ഞു. ഈ 5 സ്തംഭങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട ഇസ്ലാം എന്ന സുശക്തമായ കോട്ടയിൽ താമസിക്കാനും നിലകൊള്ളാനും സക്കാത്ത് കൊടുക്കാത്ത ആ ഫ്രോഡിന് സാധിക്കുകയില്ല. അയാൾക്കത് വിലക്കപ്പെടും. അയാളെ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പോലും എണ്ണാൻ പറ്റൂല. അയാൾക്ക് അള്ളാഹു വിളിക്കുന്ന പേര്, അത്തരക്കാരെ അള്ളാഹു വിളിക്കുന്ന പേര്, കാശുള്ളവരൊക്കെ ഉറങ്ങിക്കോട്ടോ, എന്നാ പിന്നെ മൊയ്ലിയര് പറഞ്ഞ് കേട്ടില്ല എന്നുള്ള ആനുകൂല്യത്തിൽ രക്ഷപ്പെടാലോ. കാശുള്ളവരൊക്കെ ഉറങ്ങിക്കോ, കൂർക്കം വലിച്ചു, കുഴപ്പമില്ല. നീ ഉറങ്ങണില്ലെങ്കിൽ തന്നെ കണ്ണടച്ചു പിടിച്ചോ, ഞാൻ കേട്ടിട്ടില്ല മൊയ്ലിയരെ. അള്ളാഹു ഈ ടീമിനെ വിളിച്ച പേരെന്താണെന്നറിയോ? സക്കാത്ത് കൊടുക്കാത്ത ഹാജിയാരെ. 4 ഹജ്ജും 16 ഉംറയും ചെയ്ത് പപ്പട വട്ടത്തിൽ നെറ്റിയിൽ നിസ്കാര തഴമ്പുമേന്തി നടക്കുന്ന ഈ ഹാജിയെ അള്ളാഹു വിളിച്ച, ഖുർആനിൽ വിളിച്ച പേരെന്താണെന്നറിയോ? മുശ്രിക്ക്, കാഫിർ. അതിലും മീതുള്ളൊരു പേരൊന്നുമില്ലല്ലോ. സൂറത്ത് ഫുസ്സിലത്തിന്റെ 6-7 ആയത്തുകൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന അസ്സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം. വവൈലുൻ, സർവനാശങ്ങളും, വവൈലുൻ, കനത്ത നാശം, ലിൽ മുശ്രിക്കീൻ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്കാണ്, അതേ മുശ്രിക്കുകൾക്കാണ്, അതേ ബഹുദൈവാരാധകർക്കാണ്. ആരാണ് ഈ പറഞ്ഞ മുശ്രിക്ക്? ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ കുനിഞ്ഞു നിവരുന്ന, സാഷ്ടാംഗം നമിക്കുന്ന,
മുശിരിക്കല്ല ഇവിടെ പറയുന്ന മുശിരിക്ക്. ഒരു വ്യക്തിയെ പൂജിക്കുന്ന മുശിരിക്കിനെ കുറിച്ചല്ല അള്ളാഹു ഇവിടെ പറയുന്നത്. പിന്നെയോ ധനപൂജകനായ, പണത്തെ ആരാധിക്കുന്ന, പണത്തെ പൂജിക്കുന്ന മുശിരിക്കിനെയാണ് അള്ളാഹു ഈ ആയത്തിൽ മുശിരിക്ക്, ബഹുദൈവാരാധകൻ എന്ന് വിളിച്ചത്. വവൈലുൻ, സർവത്ര നാശവും. അവന്റെ കുട്ടിയാള് ഗതി പിടിക്കൂല, അവന്റെ കെട്ടിയോള ഭാഗത്തുനിന്ന് സമാധാനം കിട്ടൂല, കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, ഖബറിൽ സ്വസ്ഥത ഉണ്ടാവില്ല, മഹ്ശറയിൽ രക്ഷ ഉണ്ടാവില്ല, പരലോകത്ത് കത്തിയാളുന്ന നരകം അഭയകേന്ദ്രമായി കിട്ടും. അള്ളാഹു കാക്കട്ടെ. ആരെക്കുറിച്ചാ പറഞ്ഞത് മുശ്രിക്കെന്ന്? അല്ലദീന ലാ യുഅ്തൂന സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ. അവരെങ്ങനെ മുശ്രിക്കായത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന്റെ പുറമെ അവർ പണത്തെ പൂജിച്ചു, കെട്ടിപ്പിടിച്ചിരുന്നു. അത് ധനപൂജയാണ്, പണത്തെ പൂജിക്കലാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒരിക്കലും പണത്തെ പൂജിക്കുകയില്ല. നിർബന്ധമായ സക്കാത്ത് പോലും കൊടുക്കാതെ പണം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവൻ ആ പണത്തെ പൂജിക്കുകയാണ്, ആരാധിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ മുശ്രിക്കാണ്. അള്ളാഹുവിന്റെ കണക്കിൽ അയാൾ മുശ്രിക്കാൻ. തീർന്നില്ല, കാഫിറുൻ. എല്ലാ ക്വാളിറ്റി ഉണ്ടാവും, ദുഷിച്ച ക്വാളിറ്റി. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഈ സക്കാത്ത് കൊടുക്കാത്ത ടീം പരലോകത്തെ നിഷേധിക്കുന്ന കള്ള കാഫിറുകൾ തന്നെ, കാഫിറുകൾ തന്നെ. അറബ് സാഹിത്യം പഠിച്ചവർക്കറിയാം ഈ പ്രയോഗം. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ കള്ള കാഫിറുകളാണ്. എന്താ കാരണം? ഇത് അള്ള തന്നതാന്നുള്ള വിശ്വാസം വേണം, അള്ളത് പരീക്ഷിക്കാൻ ഏൽപ്പിച്ചതാന്നുള്ള വിശ്വാസം വേണം, ഇതിന് നാളെ ഞാൻ കണക്ക് പറയേണ്ടി വരും എന്നുള്ള വിശ്വാസം വേണം, ഇതുകൊണ്ട് ഞാൻ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും എന്ന ഒരു ധാരണ വേണം, ഇതിന് ഞാൻ ഹിസാബ് നേരിടേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പാകെ എന്ന വിശ്വാസം വേണം. ഇതൊന്നും ഇല്ലാത്തവനാണല്ലോ നിർബന്ധ സക്കാത്ത് കൊടുക്കാത്തവൻ ആണല്ലോ. അതുകൊണ്ട് അവൻ കാഫിറുമാണ്. അള്ളാഹു കാക്കട്ടെ. ആമീ മാത്രം പോരട്ടോ, കൊടുക്കും കൂടിയും വേണം. വേറൊരു ടീമുണ്ട്, കൊടുക്കും സക്കാത്ത് കൊടുക്കും എന്ന് വെച്ചാൽ കൊടുക്കും, പക്ഷെ അതൊരു 1.5 കൊടുക്കലായിരിക്കും. ഒരാൾക്ക് ഒരു കിൻഡലാ പൊക്കാൻ പറ്റുന്നെങ്കിൽ 3 കിൻഡൽ മുന്നിൽ വെച്ചുകൊടുത്താൽ അയാളൊന്ന് പൊക്കിയിട്ട് അവിടെ തന്നെ വെക്കും. എടാ എടുക്കടാ അത് ആ ലോഡ്, ഒന്നും കൂടിയും പൊക്കും, അവിടെ ഇടും. ഇതേപോലെയാണ് പുള്ളി സക്കാത്തിന്റെ 2.5% പോക്കറ്റിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് പൊക്കണേ. ഒന്ന് പൊക്കി വെക്കും, അത് തരാം, കൊടുക്കണ്ടേ? കൊടുക്കണല്ലോ കൊടുക്കാം. അല്ല സക്കാത്ത് ആ തരാം. ഇങ്ങനെ നീട്ടി 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 പിടിച്ച് അവസാനം അറ്റ കൈക്ക് നിർബന്ധിതാവസ്ഥയിൽ ഒരു കൊടുതി അങ്ങോട്ട് കൊടുക്കും, കഥന ഭാരത്തോടെ, മനപ്രയാസത്തോടെ. ഇവൻ കള്ള മുനാഫിഖാണെന്ന് പടച്ചതമ്പുരാൻ ഖുർആനിൽ. ഇപ്പൊ ഹദീസാണെങ്കിൽ എങ്ങനെയെങ്കിലും അൽബാനി ലൈഫാക്കിയിട്ടുണ്ടോന്നൊക്കെ നോക്കാം. ഇതിപ്പോ അതിനൊരു രക്ഷയില്ലല്ലോ നമുക്ക്. ആയത്താണല്ലോ ഖുർആന്റെ ആയത്ത്. ഇവൻ കള്ള മുനാഫിക്കാണ്, കപടന, മുസ്ലിങ്ങളെ കൂട്ടത്ത് കൂടിയ കപടനാണെന്ന്. വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാലാ വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അലസന്മാരായിട്ടാണ് നിസ്കാരത്തിന് വരുന്നേ. എന്നിട്ട് കോട്ടുവാട്ടിട്ട് ഇങ്ങനെ നിൽക്കും സൊഫില്, ഉറങ്ങി തൂങ്ങിയിട്ടാണ് ഇടപാട്. കുസാല, മടിയന്മാരായി, അലസന്മാരായി നിസ്കാരത്തിന് വരുന്ന ആളുകൾ. വലാ യുൻഫിഖൂന, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊടുക്കുന്നത്, സക്കാത്ത് നൽകുന്നത്, ചിലവഴിക്കുന്നത്, ഇല്ലാ വഹും കാരിഹൂൻ, വല്ലാത്ത മനപ്രയാസത്തോടുകൂടെ ആയിരിക്കും. കൊടുക്കണ്ടേ? കൊടുക്കാക്കാൻ പറ്റൂലല്ലോ, കൊടുക്കണ്ടേ? ആവേശമില്ലാന്ന് മാത്രല്ല, ഇങ്ങേര് ലോക്കാവുമ്പോഴാണ് ഈ സാധനം അങ്ങോട്ട് റിലീസാകുക. ഇത്തരം സ്വഭാവം മുനാഫിഖിന്റേതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു. നമുക്കതൊന്നും പറ്റൂല. നമുക്ക് ഇവിടെ അന്തസ്സിൽ ജീവിക്കണം, അല്ലേ? പിള്ളേരെ കൂടെ വീട്ടിൽ അന്തസ്സിൽ ജീവിക്കണം. ഇസ്സത്ത്, അത് മുഅ്മിനുള്ളതാ ഇസ്സത്ത് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കിന് ഇസ്സത്ത് ഉണ്ടാവില്ല.
കാഫിറിന് പ്രതാപം ഉണ്ടാവില്ല, അന്തസ് ഉണ്ടാവില്ല, ആത്മാഭിമാനം കിട്ടുന്ന പ്രശ്നമില്ല. അത് മുഅ്മിനിനാണ് അള്ളാഹു കൊടുക്കുക. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തേ മതിയാകൂ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയതിൽ 3 സുപ്രധാന തത്വങ്ങളുണ്ട്. 3 തത്വങ്ങൾ സക്കാത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ തത്വം, ഈ മുസ്ലിം പ്രഖ്യാപിച്ചിരിക്കുന്ന വിശുദ്ധ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ അയാൾ സത്യസന്ധനാണോ കള്ളനാണോ, അതിൽ അയാൾ മുഖ്ലിസാണോ മുനാഫിഖാണോ, നിഷ്കളങ്കനാണോ കാപട്യമുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗമാണ് സക്കാത്ത്. അള്ളാഹു സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയതിൽ 3 തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്പർ 1, നമ്മൾ മുഴക്കുന്ന കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മുഴക്കുന്നു, നിങ്ങൾ മുഴക്കുന്നു, ഞാനും നിങ്ങളും ഒരു ദിനത്തിൽ പല ആവർത്തി റിപ്പീറ്റ് ചെയ്യുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രഖ്യാപനത്തിൽ ഇയാൾ സത്യവാനാണോ കള്ളനാണോ എന്ന് പരിശോധിക്കാനുള്ളൊരു വഴിയാണ് സക്കാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു നഫിയും ഒരു ഇസ്ബാത്തും, ഒരു നിഷേധവും ഒരു സ്ഥിരീകരണവും ഉൾക്കൊണ്ടതാണ് കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റുബൂബിയത്തിലെയും ഉലൂഹിയത്തിന്റെയും തൗഹീദ് അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ഞാൻ നിങ്ങൾ ഈ പറയുന്നത്? ആരാധ്യനായി സംരക്ഷകനായി ആരുമേയില്ല, ഒന്നുമേയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്നെ എന്റെ പണം സംരക്ഷിക്കില്ല. ശ്രദ്ധിക്കണേ, കെലിമന്റെ അർത്ഥ പറയുന്നത്, എന്നെ എന്റെ പണം സംരക്ഷിക്കില്ല, എന്റെ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കില്ല, എന്റെ തൊഴിൽ സംരക്ഷിക്കില്ല, എന്റെ കച്ചവടം സംരക്ഷിക്കില്ല, എന്റെ കൂട്ടാളികൾ സംരക്ഷിക്കില്ല, എന്റെ കുടുംബ ബന്ധുക്കൾ സംരക്ഷിക്കില്ല, ആരും ഒന്നും എന്റെ റബ്ബല്ല, എന്നെ സംരക്ഷിക്കില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ. ഇതാ കെലിമ, ഈ പറയുന്ന വാക്കുതാ. ഇത് പറഞ്ഞൊരാള് നിർബന്ധ വിഹിതമായ 2.5 അല്ലെങ്കിൽ ഉശ്ർ 10 അല്ലെങ്കിൽ 10 പകുതിയോ കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കണില്ലെങ്കിൽ ഇവൻ പറഞ്ഞ കെലിമ പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. ആ കെലിമ കൊണ്ട് ഒരു കാര്യമില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വഫാത്തായ വേള, തങ്ങൾ വഫാത്തായി. ആ തിരക്കൊക്കെ കഴിഞ്ഞു, ജനാസ റൗളയിൽ അടക്കി. സ്വഹാബത്തെല്ലാം കഥനഭാരത്തോടെയാണ് മുത്ത് ഹബീബിന്റെ വേർപാടിൽ. ആ സമയത്ത് ഒരു ടീം, ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ സ്റ്റാൻഡ് വിട്ട് പുറത്തുപോയി. ഞങ്ങൾക്ക് ഇത് വേണ്ട, മുർത്തദ്ദുകളായി പുറത്തുപോയി. പലരും പല ന്യായങ്ങൾ പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു, അള്ളാന്റെ റസൂല് പോയില്ലേ, ഇനിയിപ്പോ ഇതിൽ നിന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. വേറൊരു ടീം പറഞ്ഞു, പള്ളിയിലും പന്തലിലും ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ സക്കാത്ത് നബിയുള്ള കാലത്ത് കൊടുത്തതുപോലെ ഞങ്ങൾ ഇനി കൊടുക്കില്ല, അതിന് ഞങ്ങളെ കിട്ടൂല. അവരെന്താ പറഞ്ഞത്? പള്ളിയിൽ ഞങ്ങൾ വരും, മുസ്ലിങ്ങൾ കൂടുന്ന കല്യാണ പന്തലിൽ ഞങ്ങൾ വരും, ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ ഞങ്ങൾ ഇനി സംഘടിതമായി ഇസ്ലാമിക് ഗവൺമെന്റിന് കീഴിൽ കൊടുക്കുന്ന സക്കാത്ത് ഉണ്ടല്ലോ, ഒരു വർഷം കണക്കുകൂട്ടി, അത് ഞങ്ങൾ ഇനി കൊടുക്കില്ല. ഇത് കേട്ട മഹാനായ 1-ാം ഖലീഫ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രഖ്യാപനം, ഈ വിഭാഗം പറഞ്ഞ വാക്ക് കേട്ട് ഒറ്റ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം അതാ സ്വഹീഹുൽ ബുഖാരിയിൽ, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി. ഞങ്ങൾ നിസ്കരിച്ചോളാ, സക്കാത്ത് കൊടുക്കൂല എന്നും പറഞ്ഞ് നിസ്കാരത്തെയും സക്കാത്തിനെയും 2ആയി വേർതിരിച്ച ടീമിനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, ഞാൻ അവരുടെ തലയെടുക്കുക തന്നെ ചെയ്യും. വേണ്ടി വന്നാൽ അള്ളാഹുവിനെ തന്നെ സത്യം, നിസ്കാരം ഓക്കെ, സക്കാത്ത് നടക്കൂല എന്ന് പറയുന്ന ടീമിനോട് ഞാൻ യുദ്ധം ചെയ്യും തീർച്ച. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹാ ഫി അല ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. അല്ലാഹുവിനെ തന്നെ സത്യം. വീണ്ടും ആണയിട്ട് 1-ാമത്തെ ഖലീഫ പ്രഖ്യാപിക്കുകയാണ്, നബി തങ്ങളുടെ കാലത്ത് അവർ കൊടുത്തു വന്നിരുന്ന ഒട്ടകത്തെ കെട്ടുന്ന ഒരു കയറ്, അത് തരൂല എന്നൊരാൾ പറഞ്ഞാൽ മതി.
നബി ഉള്ള കാലത്ത് കൊടുത്തിരുന്ന സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുത്തിരുന്ന ഒട്ടകത്തെ കെട്ടുന്ന ഒരു കയറ് അതാരെങ്കിലും തടഞ്ഞു വെച്ചാൽ അതിന്റെ പേരിൽ ഈ അബൂബക്കർ അവരോട് യുദ്ധം ചെയ്യും, ഉറപ്പ്. ഈ പ്രഖ്യാപനം കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പയ്യ മുന്നിലേക്ക് വന്നു. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തൊരു സ്റ്റേറ്റ്മെന്റാണ് ഈ പ്രഖ്യാപിച്ചേ? അങ്ങ് എന്തൊരു ഉത്തരവായി ഇറക്കിയേ? ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞതിനെതിരല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ അതിലെ നേരും നെറിയും കാപട്യവും നിഷ്കളങ്കതയൊന്നും നമ്മളോട് പരതണ്ടാന്ന് പറഞ്ഞതല്ലേ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമിന്റെ പരിഗണന കൊടുക്കണമെന്നല്ലേ നബി നമ്മെ പഠിപ്പിച്ചത്? പള്ളിയിൽ വരുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ടീം സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ തലയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എന്താണ് തെളിവ്? അമീറുൽ മുഅ്മിനീൻ, ഇതൊരു അതിര് കടന്ന ഉത്തരവല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. അപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണത്? അലൈസത്തി സക്കാത്തു മിൻ ഹഖ്ഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അലൈസത്തി സക്കാത്തു മിൻ ഹഖ്ഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഉമറേ ഈ പറയുന്നത്? സക്കാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗം തന്നെയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയിലെ അവകാശമല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉൾക്കൊണ്ട സത്യം തന്നെയല്ലേ സക്കാത്ത്? ഇത് ചുമ്മാ നാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണ് സക്കാത്ത്. അത് തരാത്തവന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവല്ല. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിറകെ പോകുന്ന പ്രശ്നമല്ല. ഇത് കേട്ടപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞു? ഖലീഫയുടെ മനസ്സ് അള്ളാഹു സത്യം കൊണ്ടും ധർമ്മം കൊണ്ടും നിറക്കുകയും വിശാലമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതന്നെയാണ് സത്യം, ഈ ഉത്തരവ് തന്നെയാണ് സത്യം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കെലിമ ശരിയാണോ അല്ലേ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ് ഈ നടക്കണേ സക്കാത്തില്. നമ്മളെ കെലിമ ശരിയാണോ? ഇത് വിജയപ്രദമായ കെലിമയാണോ ഉരുവിട്ടത്? നിഷ്കളങ്കമായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ പ്രഖ്യാപിച്ചത് അല്ലയോ എന്ന ഒരു പരിശോധനയുടെ ഘട്ടമാണ് ഒന്ന്. രണ്ട്, അത്തത്ഹീറു മിൻ സിഫത്തിൽ ബുഖലി, രണ്ടാമത്തെ തത്വം സക്കാത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ സുപ്രധാന തത്വം. ഒരുപാട് കാര്യങ്ങൾ സക്കാത്തിലുണ്ട്, ബേസിക്കലി 3 തത്വങ്ങളാ ഉൾക്കൊണ്ടത്. രണ്ടാമത്തെ തത്വം എന്താ? അത്തത്ഹീറു മിൻ സിഫത്തിൽ ബുഖലി, ലുബ്ധ മനോഭാവം, പിശുക്ക് മനസ്സ്. ഇത് വലിയ മാലിന്യാണ്. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സംസ്കരണം, ശുദ്ധീകരണം എന്നാണ്. മനുഷ്യന് നേച്ചറിൽ തന്നെ ഈ ലുബ്ധ മനോഭാവമുണ്ട്, സ്വാർത്ഥ മനോഭാവമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് 4 വയസ്സ് 3 വയസ്സ് ഒരു ടോയ്സ് കൊടുത്തിട്ട് അയൽവക്കത്തെ പിള്ള വരുമ്പോ അതിന് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഉലകത്ത് കൊടുക്കുവോ? തന്റെ തള്ളയെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ആർക്കും കൊടുക്കരുതേ പിള്ളേന്ന്. അത് നേച്ചറിലുള്ള ഒരു മാലിന്യമാണത്. അത് മാറണം. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് വിശദമായി പറയാണ്ട്, ഇന്ന് സമയമില്ല. ഈ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ അർബുദമാണ്, ഹൃദയത്തെ ബാധിക്കുന്ന, മനുഷ്യന്റെ നഫ്സിനെ ബാധിക്കുന്ന വലിയ ക്യാൻസറാണ് ലുബ്ധ മനോഭാവം, പിശുക്ക് സ്വഭാവം എന്നത്. ആ പിശുക്ക് സ്വഭാവത്തെ ശുദ്ധീകരിക്കാനും നീക്കിക്കളയാനും കഴുകി വൃത്തിയാക്കാനുമുള്ള ഒരു വെള്ളമാണ് സക്കാത്ത്. ഓരോ വർഷവും നിശ്ചിത വിഹിതം സക്കാത്ത് കൊടുത്ത് ശീലമാക്കിയാൽ അത്തത്ഹീറു മിൻ സിഫത്തിൽ ബുഖലി, പിശുക്ക് മനസ്സിൽ നിന്ന് മോചിതനാകാനും മനസ്സിൽ നിന്ന് പിശുക്കെന്ന കറ നീക്കിക്കളയാനും സാധിക്കും. നമ്പർ 2, അതോടൊപ്പം തന്നെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു സക്കാത്ത്. ഒരാൾ സക്കാത്ത് കൊടുത്തില്ല എന്ന് വെച്ചോ, കൊടുത്തില്ലെങ്കിൽ ആ ഫണ്ട് മാത്രമല്ല കുഴപ്പമാകുക, മൊത്തം ഫണ്ട് കുഴപ്പമാവും. ഉദാഹരണം, 10 ലക്ഷം രൂപ ഒരാളെ കയ്യിലുണ്ട്. ഒരു വർഷം നിക്ഷേപമായി കയ്യിലോ ബാങ്കിലോ ഒരു വ്യക്തിയിൽ എപ്പോഴും തിരിച്ചു കിട്ടാവുന്ന പരുവത്തിലോ കച്ചവടത്തിലേക്ക് ഇറക്കിയതോ ആയിട്ട് 10 ലക്ഷം ഉണ്ടെന്ന് സങ്കല്പിക്കൂ. എത്ര സക്കാത്ത് കൊടുക്കണം? അതിന്റെ 25,000 രൂപ കൊടുക്കണം. 10 ലക്ഷത്തിന്റെ 2.5%. ഈ വ്യക്തി 25,000 രൂപ സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആ 10 ലക്ഷം രൂപയും ഹറാം കലർന്നതായി, മാലിന്യമായി. ഏതുപോലെ ഒരു ചെമ്പ് നിറയെ പാല്
അതിന്റെ 2.5%, 1% മൂത്രം അതിൽ വീണാൽ ആ ഒരു ചെമ്പ് പാലും തെങ്ങിന്റെ മുരട്ടിൽ ഒഴിച്ചു കളയാമെന്നല്ലാതെ അത് കുടിക്കാൻ പറ്റില്ല, മൊത്തം കുഴപ്പമായി. ഇതുപോലെ 25,000 2.5% നിർബന്ധ സക്കാത്ത് കൊടുക്കാത്ത വ്യക്തിക്ക് ആ 10 ലക്ഷവും ഹറാമാണ്. ആ 10 ലക്ഷം കൊണ്ട് കുഞ്ഞുങ്ങളെ തീറ്റൽ ഹറാമാണ്, കുടുംബത്തിന് വേണ്ടത് മേടിച്ചു കൊടുക്കൽ ഹറാമാണ്, അയാൾ അതുകൊണ്ട് വണ്ടിയും കിണ്ടിയും മേടിക്കൽ ഹറാമാണ്. ആ 10 ലക്ഷവും മാലിന്യം കലർന്നതായി പോയി. അപ്പൊ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കണം, മനസ്സിനെ ശുദ്ധീകരിക്കണം. 2ാമത്തെ തത്വം അത്തത്തുഹീറു. 3ാമത്തെ തത്വം ശുക്റുന്നിഅമതി. അല്ല തന്നതല്ലേ ഈ പണം, അല്ല തന്നതല്ലേ ഈ പ്രതാപം. അള്ളാഹു ഒരുപാട് ആളുകൾ ഇവിടെ പെടാപ്പാട് പെട്ടിട്ടും അത്താഴപ്പട്ടിണിക്കാരായി തുടരുകയാണ്. നീ അത്രയൊന്നും അധ്വാനിക്കാതെ അല്ല നിനക്ക് തന്നതല്ലേ. ശുക്റുന്നിഅമ, അതിനൊരു നന്ദി. ഈ നന്ദി നിർബന്ധ. പിന്നെ സുന്നത്തായ നന്ദി അതിനപ്പുറത്തുണ്ട്. ഈ നന്ദി പ്രകടനം നിർബന്ധമാണ്, അതിനുള്ള അവസരമാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അള്ളാഹു പകുതി ചോദിക്കുന്നില്ല, കാൽഭാഗം ചോദിക്കുന്നില്ല. പണത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കച്ചവടത്തിന്റെയും സക്കാത്തായി വെറും 2.5% ചോദിക്കുന്നത്. അതുപോലും കൊടുക്കാത്ത വ്യക്തി, അവനെപ്പോലെ നന്ദി കെട്ട ആരുണ്ട് സത്യത്തിൽ? ചിന്തിച്ചു നോക്കിയാൽ മുഅ്മിനീങ്ങളെ, സക്കാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖുർആൻ അതാണ് പറഞ്ഞത്, ഹദീസ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ഇന്നലെ നമ്മൾ ബദർ ദിനം അനുസ്മരിച്ചു. മഹാന്മാരായ ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അതാണ്. അവര് യുദ്ധത്തിലേക്ക് പോയി തടി കൊടുത്തു, ജീവൻ കൊടുക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം കേട്ട മഹാന്മാരായ ബദരീങ്ങൾ എന്താ അല്ലാഹ് ചോദിച്ചത്? നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടോ മക്കളെ? നിങ്ങൾ ബിസിനസിന് റെഡിയാണോ മക്കളെ? നിങ്ങൾ വിൽക്കേണ്ട ചരക്കെന്താണെന്നറിയാമോ? അംഫുസഹും, നിങ്ങളുടെ ജീവനെ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ, നിങ്ങളെ തന്നെ നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടോ? വഅംവാലഹും, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച സ്വത്ത് നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടോ? അല്ല ചുമ്മാ ചോദിക്കല്ല. കച്ചവടത്തിന് പൈസ കിട്ടൂലേ, വില കിട്ടൂലേ? കച്ചവടം ചുമ്മാ നടക്കണ പണിയാ കച്ചവടം, വില കിട്ടൂലേ? അല്ല ചോദിക്കാണ്, ന്യായമായ വിലക്ക്, വമ്പൻ വിലക്ക് നിങ്ങൾ ആരാണ് കച്ചവടത്തിന് തയ്യാറുള്ളത്? നിങ്ങൾ നിങ്ങളെ വിൽക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ സമ്പത്ത് വിൽക്കാൻ തയ്യാറുണ്ടോ? വില എന്താണെന്നറിയോ? കോടിയല്ല, 100 കോടിയല്ല, 1000 കോടിയല്ല, കോടാനക്കോടിയല്ല, ബിഅന്ന ലഹുമുൽ ജന്ന, വിലമതിക്കാനാകാത്ത സ്വർഗം ഞാൻ വില തരാം. നിങ്ങൾ വിൽക്കാൻ തയ്യാറുണ്ടോ? ഇത് കേട്ട മഹാന്മാരായ ബദരീങ്ങള് ബദറിന്റെ പൂർക്കളത്തിലേക്ക് അവരുടെ ശരീരവും ജീവനും സമർപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ അവരുടെ ഉള്ള സമ്പാദ്യം, നമ്മളെപ്പോലെ സമ്പാദ്യമില്ല അവർക്ക്. പട്ടിണി പാവങ്ങളാണ്, ദരിദ്രരാണ്, ഫക്കീറന്മാരാണ്, മിസ്കീനുകളാണ്. ഉള്ളത് മുത്ത് റസൂലിന്റെ മുന്നിൽ കൊണ്ടുവച്ച്, ഇത് അള്ളാഹുവിന് ഞാൻ കച്ചവടം ചെയ്യാണ്, അള്ളാഹ്ക്ക് ഞാൻ കടം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചില്ലേ? ചില സ്വഹാബാക്കൾ, ബദരീങ്ങളായ സ്വഹാബാക്കള് വീടിന്റെ ഡോർ അങ്ങോട്ട് തുറന്നിട്ട് പറഞ്ഞു, ഇതിന്ന് ഇഷ്ടമുള്ളത് മുഴുവൻ എടുത്തുകൊണ്ടേക്കോളൂ, എത്ര വേണം കൊണ്ടേക്കോ. ആ കൂട്ടത്തിൽ സയ്യിദുന അബൂ അഖീൽ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹുവിന് ചൊല്ലിക്കോ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. പാവപ്പെട്ട സ്വഹാബി, കൂലിത്തൊഴിലാളിയായ സ്വഹാബി, ഒന്നും കയ്യിൽ നീക്കിയിരിപ്പില്ലാത്ത സ്വഹാബി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഓഫർ, പ്രഖ്യാപനം വരുന്നു, അംഫിഖു അംഫിഖു, നമുക്ക് ബദറിലേക്ക് പോകണം, നമുക്ക് ബദറിലേക്ക് പോകണം, അതിന് നമുക്ക് ഫണ്ട് വേണം, നിങ്ങൾ അംഫിഖു, ഇതിലേക്ക് തരൂ, ചിലവഴിക്കൂ. വാസ്തവത്തിൽ ബദറിലേക്കുള്ള പുറപ്പാട് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പോക്കായിരുന്നില്ല, അല്ല, സാമ്പത്തിക ഉപരോധത്തിന് വേണ്ടിയിട്ടായിരുന്നു ബദറിലേക്ക് നബിയും സംഘവും പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അല്ലാതെ യുദ്ധം അവരപ്പോൾ മുന്നിൽ കണ്ടിട്ടില്ല. അനിവാര്യമായപ്പോൾ സംഭവിച്ചതാണ് യുദ്ധം. പിന്നെ എന്തിനാ അവർ ബദറിൽ പോകാൻ തീരുമാനിച്ചത്? മക്കയിൽ സ്വത്തും വീടും തോട്ടവും കാലികളെയും എല്ലാം ഇട്ടേച്ചാണ് മുഹാജിറുകൾ മക്ക വിട്ടു പോന്നത്. അവരുടെ സ്വത്ത് അവിടെ കിടക്കുകയാണ്. ഇത് ഖുറൈശിക്കൂട്ടം അപഹരിച്ചെടുക്കുകയും
അതിൽ നിന്ന് ലാഭം കൊയ്യാൻ വേണ്ടി ഷാമിലേക്ക് കച്ചവട യാത്ര, ബിസിനസ് യാത്ര നടത്തുകയും ചെയ്യുന്നു എന്ന വാർത്ത മദീനയിൽ കേട്ടു. ആ ബിസിനസ് സംഘത്തെ നയിക്കുന്നത് മക്ക നേതാവ് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശി സംഘം നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് അപഹരിച്ചെടുത്തുകൊണ്ട് അവരുടെ കയ്യിലുള്ളതും സമാഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിട്ട് വമ്പൻ ലാഭം സമ്പാദിച്ച് മദീനയിൽ കിടക്കുന്ന നമ്മളെ വീണ്ടും അടിക്കാൻ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോ അള്ളാന്റെ റസൂല് നിർദ്ദേശം വെച്ചു. എന്ത്? അവരങ്ങനെ വിട്ടാ പറ്റൂല, നമുക്ക് അവരെ വഴിയിൽ തടയണം, നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചു മേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് ഇവിടെ മദീനയിൽ ജീവിക്കല്ലേ, നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് തിരിച്ചു മേടിക്കണം, വഴിയിൽ തടയണം. ഈ സാമ്പത്തിക ഉപരോധത്തിന് വേണ്ടിയാണ് ബദറിലേക്ക് മദീനയിൽ നിന്ന് പോകുന്നത്. അവിടെ എത്ര ദിവസം നിൽക്കേണ്ടി വരും അറിയില്ല. യുദ്ധത്തിനാണെങ്കിൽ ഓപ്പോസിറ്റ് പട റെഡി, യുദ്ധം റെഡി, കഴിഞ്ഞു പോരാം. ഇത് അവര് വരുന്നത് കാണണം, എപ്പോഴാ വരുന്നത് അറിയില്ല. ഇന്നത്തെ പോലെ റഡാറൊന്നുമില്ല, അവരെ കിട്ടാൻ മാർഗമില്ല. അവര് വരുന്നത് വരെ അവിടെ കാത്തുകെട്ടി ബദറിൽ കിടക്കണം. ഷാമിലേക്കുള്ള വഴിയുടെ മധ്യാണത്, ഒരു ഇടത്താവളമാണത്. അതുകൊണ്ട് അവരെ ചിലപ്പോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വരും. ഇത്രയും നാളുകൾ 300-ലധികം ആളുകൾക്ക് ആഹരിക്കണ്ടേ, അവർക്ക് ജീവിക്കാൻ വേണ്ട സെറ്റപ്പ് വേണ്ടേ, അതിന് ഫണ്ട് വേണ്ടേ? അള്ളാന്റെ റസൂല് ബദറിലേക്ക് പുറപ്പെടും മുമ്പ് സഹാബാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അൻഫിഖു, ഈ ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുക. അപ്പോഴാണ് സഹാബാക്കൾ പല വിധത്തിലും ഡീൽ ചെയ്തത്. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. കൂലിത്തൊഴിലാളിയാണ്, പട്ടിണിപ്പാവമാണ്, കയ്യിൽ ഒന്നുമില്ല, പണസഞ്ചിയില്ല, ഒരു ഉടുമുണ്ട്, മേൽമുണ്ട് പോലുമില്ല. അങ്ങനത്തെ തൊഴിലാളിയായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുന്നു. മുത്തുനബിയുടെ ഈ നിർദ്ദേശം കേട്ടിട്ട് വീട്ടുവാതിൽക്കൽ മുട്ടിയിട്ട് പ്രിയതമയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മോളെ നാളെ ബദറിലേക്ക് പോകണം. ആ പോക്ക് മാത്രം പോരാ, അതിനുവേണ്ട ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ മുത്തുനബിയുടെ നിർദ്ദേശമുണ്ട്. എന്തെങ്കിലും അടുക്കളയിൽ ഇരിപ്പുണ്ടോ, എന്തെങ്കിലും ഗോതമ്പായിട്ടോ ഈത്തപ്പഴമായിട്ടോ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, അബൂ അഖീൽ, യുദ്ധ ഫണ്ടിലേക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്ന് മാത്രല്ല, നമ്മുടെ മക്കൾ പട്ടിണിക്കാ കിടന്നിരിക്കുന്നത്. ഇന്നത്തെ അത്താഴം കഴിക്കാൻ ഒന്നുമില്ല, ഇന്ന് ഭക്ഷണം കഴിക്കാൻ മക്കൾക്കൊന്നുമില്ല, അവർ പട്ടിണിയിലാണ്. പ്രിയപ്പെട്ടവനെ, എന്ത് ചെയ്യും? അബൂ അഖീൽ റളിയല്ലാഹു അൻഹുവിന് മനോവേദന. മക്കളെ പട്ടിണി മാറ്റണം, യുദ്ധ ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. കയ്യിലും വീട്ടിലും ഒന്നുമില്ല. തളർന്നില്ല, ക്ഷീണിച്ചില്ല. മഹാനായ അബൂ അഖീൽ റളിയല്ലാഹു അൻഹു ഒരു സന്ധ്യയായപ്പോ, ഒരു സന്ധ്യാസമയമായപ്പോ മദീന അങ്ങാടിയിലേക്കടെ ഇറങ്ങി. എന്തെങ്കിലും ഒരു കൂലിപ്പണി കിട്ടിയാൽ ആവും വിധം രണ്ടും നടപ്പിലാക്കാലോ. അങ്ങോട്ട് ഇറങ്ങി മദീന അങ്ങാടിയിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നമ്മൾ ഭായിമാരും തമിഴന്മാരൊക്കെ ഉണ്ടല്ലോ ഈ പട്ടണങ്ങളിൽ തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്നേ, ഇതേപോലെ അന്നുണ്ടായിരുന്ന തൊഴിലാളികൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ജൂതൻ വിളിച്ചു ചോദിക്കുന്നത്, എന്റെ തോട്ടം നനക്കാൻ, എന്റെ തോട്ടം വെള്ളം നനക്കാൻ, തോട്ടത്തിൽ പനകളും മുന്തിരി വള്ളികളും നനക്കാൻ ഏതെങ്കിലും തൊഴിലാളി റെഡിയുണ്ടോ? 2 സാഴ് കൂലി കൊടുക്കും. 2 സാഴ് കൂലി, 2 സാഴ് കാരക്ക കൂലി കൊടുക്കും. മറ്റാരെങ്കിലും ആ തൊഴിൽ ഏറ്റെടുക്കും മുമ്പ് അബൂ അഖീൽ അതിശീഘ്രം കുതിച്ചു ചെന്ന് ജൂതനോട് പറഞ്ഞു, ഞാൻ റെഡി. ജൂതന്റെ പിറകെ പോയി. ജൂതൻ തോട്ടം കാണിച്ചു കൊടുത്തു, വിശാലമായ തോട്ടം. ഇത് നനച്ചോ, 2 സാഴ്. 2 സാഴ് എന്ന് പറഞ്ഞാൽ 1 സാഴ് ആണ് നമ്മൾ സക്കാത്ത് കൊടുക്കണേ അല്ലേ? 110 രൂപയാണ് ഇപ്പൊ ഇന്നത്തെ കണക്ക് നമ്മൾ അതിനിട്ടിട്ടുള്ളത്. അത് ഇപ്പൊ 220 രൂപ ഉണ്ടാവും അരിയാണെങ്കിൽ. ഇതിപ്പോ എന്താണ്? ഈത്തപ്പഴാണ്. 2 സാഴ് കൂലിക്ക്. രാത്രി പുലരുന്നതുവരെ കൂട്ടിനാരുമില്ല, ഒട്ടകങ്ങൾ കൂട്ടിനുണ്ട്. ആ തോട്ടത്തിൽ ഒട്ടകങ്ങൾക്കൊപ്പം പുലരുന്നതുവരെ വെള്ളം തേവി നനച്ച് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ജൂതന്റെ വീട്ടുപടിക്കൽ ചെന്ന് വാതിലിൽ മുട്ടി. അബൂ അഖീൽ റളിയല്ലാഹു അൻഹു, നനച്ചോ? ഉവ്വ നനച്ചു. എന്നാ പിടിച്ചോ 2 സാഴ് കാരക്ക കൂലി. നേരെ വീട്ടിലേക്ക് ഓടിയിട്ട് കെട്ടിയോളെ കയ്യിൽ 1 സാഴ് അതിന്റെ പകുതി കൊടുത്തിട്ട് പറഞ്ഞു, പിള്ളേരെ വിശപ്പ് മാറ്റിക്കോ, ഞാൻ പോവാണ് മോളെ. എങ്ങോട്ടായി പോണേന്നറിയോ? ദുബായി പോവല്ല. ഈ 1 സാഴ് കാരക്ക പിള്ളേർക്ക് തീറ്റ കൊടുത്തിട്ട് ഞാൻ പോവാണ് മോളെ, ഇതെനിക്ക് മുത്തറസൂലിന് കൊടുക്കണം യുദ്ധ ഫണ്ടിലേക്ക്. 1 സാഴ്, ഒരു 3.25 ലിറ്റർ, അതാണ് അളവ്. സുമാർ 3.25 ലിറ്റർ കാരക്ക. ഇതാണ് ഇപ്പൊ ബാക്കിയുള്ളത് വീട്ടിൽ കൊടുത്തതിന് ശേഷം. അതും കൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ തിരുമുന്നിൽ ചെന്നിട്ട് അതവിടെ കൊടുക്കുകയാണ്. അപ്പോ
സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു വലിയ മുതലാളിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ 10 പേരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. വലിയ സമ്പന്നനാണ് മഹാനായ ആ സ്വഹാബി. 8000 ദിർഹം കയ്യിലുണ്ട്. റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, 8000 വെള്ളി നാണയം എന്റെ കയ്യിലുണ്ട് റസൂലെ, അതിൽ ഞാൻ പകുതി എന്റെ മക്കൾക്ക്, അവരെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ, 4000 ഇതാ യുദ്ധ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ സാധു ഒരു സാവും കൊണ്ട് പയ്യെ കയറി ചെല്ലുന്നത്. റസൂലുള്ളാഹി രണ്ടും സ്വീകരിച്ചു. പക്ഷെ അവിടെ കൂടിയ മുനാഫിക്കുകൾ 2 പേരെയും പരിഹസിച്ചു. ഇബ്നു ഔഫ് 4000 ദിർഹം കൊടുത്തത് റിയാഇന് വേണ്ടിയാണ്, പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, ആളുകൾക്കിടയിൽ ആളാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതൊരു തരം കപടഭക്തിയാണ്. ഈ 4000 വെള്ളി നാണയം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ജനങ്ങളെ കാണിക്കാൻ കൊടുത്തേക്കുന്നതാണ്. എന്നാൽ അലം, ഈ ചങ്ങാതിന്റെ ഒരു സായിന്റെ കഥയാണെങ്കിലാണെങ്കിൽ അലം യകുനില്ലാഹു വറസൂലുഹു ഗനിയൈനി അൻ സായി ഹാദാ, അല്ലാഹു റസൂലും ഈ ചങ്ങാതിന്റെ പിച്ച ചട്ടിക്ക് ആവശ്യമില്ലാത്തവരല്ലേ? ഈ ചങ്ങാതി കൊണ്ടുവന്ന ഒരു സായി കാരക്ക, ഈ നക്കാപ്പീച്ച, ഇത് അല്ലാഹു റസൂലിന് ആവശ്യമുണ്ടോ? മറ്റേ ചങ്ങാതി പേരെടുക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുനാഫിക്കുകൾ പ്രതികരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് പ്രയാസായി. അള്ളാഹുവിന് പ്രയാസമായി. അള്ളാഹു ആ കേസിൽ ഇടപെട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. സൂറത്തു തൗബയിൽ കാണാം, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ സൂചിപ്പിച്ചാണ് പറഞ്ഞത്. ആവേശത്തോടെ സ്വതക്ക ചെയ്യാൻ മുന്നോട്ട് വന്ന ആളുകളെ പരിഹസിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, കുത്തുവാക്ക് പറയുന്ന കപടന്മാരെ, മുനാഫിക്കുകളെ ചീത്തറിയണം അല്ലാഹു. സ്വതക്ക ചെയ്യാൻ ആവേശത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്ന വ്യക്തികളെ കുറ്റം പറയുന്ന, കളിയാക്കുന്ന ടീമേ. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, കയ്യിലൊന്നുമില്ലാഞ്ഞിട്ട് കൂലിപ്പണിയെടുത്ത് തന്റെ കുടുംബത്തിന്റെ അത്താഴപ്പട്ടിണി മാറ്റാൻ പകുതി കൊടുത്ത് ഉള്ളത് സ്വതക്കയായി കൊണ്ടുവന്ന പച്ചപ്പാവങ്ങളെ പരിഹസിക്കുന്ന, പള്ളിളിക്കുന്ന കപടന്മാരെ. ഫയസ്ഖറൂന മിൻഹും, നിങ്ങൾ അവരെ കളിയാക്കണോ? എന്നാ കേട്ടോ, സഖിറല്ലാഹു മിൻഹും, അല്ലാഹു അവരെ കളിയാക്കുന്നു. അല്ലാഹ് കളിയാക്കിയ എന്ന് പറഞ്ഞാൽ കേവലം പരിഹാസം മാത്രല്ല, വലഹും അദാബുൻ അലീം, വേദനയേറിയ നല്ല അടി പൊട്ടാൻ പോകുന്നുണ്ട്. ഇതാണ് ബദരീങ്ങൾ. ഈ തോട്ടത്തില്, ജൂതന്റെ തോട്ടത്തില് രാത്രി മുഴുവൻ തോട്ടം നനച്ച് ഒരുപോലെ കണ്ണടക്കാതെ പണിയെടുത്ത് കിട്ടിയതിൽ നിന്ന് യുദ്ധ ഫണ്ടിലേക്ക് കൊടുത്ത് ഉറക്കമുളച്ച രാത്രി അവഗണിച്ച് പോവുകയാണ് ബദരീങ്ങൾ. അവർ കൊടുത്തതൊക്കെ കൊടുത്തു, അള്ളാഹുവിന് കൊടുത്തു. അവർ സ്വർഗം പ്രതിഫലം മോഹിച്ചു കൊടുത്തു. മുഅ്മിനീങ്ങളെ, നമ്മൾ മുഴുവൻ കൊടുക്കണ്ട, വേതനത്തിന്റെ പകുതിയും കൊടുക്കണ്ട, നമ്മൾ 2.5% ഏതായാലും കൊടുത്തേ മതിയാകൂ. ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സെൻട്രൽ മുസ്ലിം ജമാഅത്തിന് കീഴിൽ നടന്നുവരുന്ന സകാത്തുൽ മാൽ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. ഈ വിനീതൻ വരും മുമ്പ് പിറകൊണ്ട ജനിച്ച ഒരു മഹൽ പ്രസ്ഥാനമാണ് സകാത്തുൽ മാൽ പദ്ധതി. നിങ്ങൾക്കത് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ ചെയ്തത് എന്നും നിങ്ങൾക്കറിയാം. ഒരു മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ സൗഖ്യം എന്ന് പറയുന്നത്, സെറ്റപ്പ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് 3 കാര്യത്തിലാണ്. ഒന്നൊരു യോജിച്ച ഇണ, 2 കിടക്കാനൊരു കിടപ്പാടം, 3 ഒരു വാഹനം. ഇത് 3 ഉണ്ടെങ്കിൽ ദുന്യാവ് ഓക്കെ ആയി എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കുടുംബം മാത്രമുണ്ട്, ഒരു വീട് പോലും സ്വപ്നമായി അവശേഷിക്കുകയാണ്. അങ്ങനത്തെ അനാഥ മക്കൾ നമ്മുടെ മൂക്കിന് താഴെയുണ്ട്. ഈ ജമാഅത്തിന്റെ പരിധിക്കകത്ത് അനാഥ മക്കൾ, വീടില്ലാത്ത യത്തീം മക്കളുണ്ട്. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന രോഗികളുണ്ട് നമ്മുടെ നാട്ടില്. ജീവിതം 2 അറ്റം മുട്ടിക്കാനാവാത്ത പട്ടിണി പാവങ്ങൾ, പ്രയാസം അനുഭവിക്കുന്ന സാധുക്കളുണ്ട് നമ്മുടെ ജമാഅത്തില്. അങ്ങനെ ഉള്ളവരിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് 8 കുടുംബത്തെ നമ്മൾ തെരഞ്ഞെടുത്തു.
ഒന്നാം ഘട്ടമായി നമ്മൾ സ്ഥലം മേടിച്ചു. ആ സ്ഥലം ഓരോ വ്യക്തികൾക്കും നമ്മൾ ആധാരം ചെയ്തു കൊടുത്തു. അന്ന് ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി മുന്നിലുണ്ടായിരുന്ന ചിന്ത എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നമുക്ക് വീട് പണിത് കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് പാസ്സാകുന്ന മുറയ്ക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഓരോരുത്തരും വീട് വച്ചോട്ടെ എന്നൊരു ചിന്താഗതിയിലാണ് സ്ഥലം മേടിച്ച് ആധാരം ചെയ്തു കൊടുത്തത്. പക്ഷേ ആ പാവങ്ങൾക്കാർക്കും ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ ഊർജ്ജസ്വലരായ ആത്മാർത്ഥതയുള്ള നമ്മുടെ ജമാഅത്ത്, നിങ്ങളേൽപ്പിച്ച ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ യോഗം കൂടി പാസാക്കി, അവിടെ ഒരു വീടും പൊങ്ങൂല, നമ്മൾ തന്നെ കൈവെക്കണം. അങ്ങനെ രണ്ടാം ഘട്ടമായി 8 വീടുകളുടെ പണി തുടങ്ങി. ഇപ്പോൾ പാതി വഴിയില്ലത് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 34 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ 8 കുടുംബങ്ങളെ മനോഹരമായ ആ വീടുകളിലേക്ക് നമുക്ക് മാറ്റി താമസിപ്പിക്കാൻ സാധിക്കും. 34 ലക്ഷം എന്ന് പറഞ്ഞാൽ പണമുള്ളവന്റെ മുറ്റത്ത് വലിച്ചെറിയുന്ന പൈസ. പണമുള്ളവന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമായ മതിലും ഗേറ്റും റിമോട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഗേറ്റും വെക്കണ കാശാണ് 34. നമ്മളെല്ലാവരും കൂടി സക്കാത്തിന്റെ ഭാഗമായി, മുഴുവൻ കൊടുക്കണ്ട, കാരണം കുടുംബത്തിലുള്ള പാവങ്ങളെയും സക്കാത്ത് കൊണ്ട് മാനിക്കണം, ഒരു നല്ല തുക സക്കാത്തുൽ മാൽ പദ്ധതിയിലേക്ക് നിങ്ങൾ തരണം. ആ 8 കുടുംബത്തെ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം. നിങ്ങളുടെ സഹായമുണ്ടാകണം. അൽഹംദുലില്ലാഹ് ഉണ്ട്. ഇന്ന് ഞാൻ ജുമഅയ്ക്ക് ഡ്രസ്സ് മാറി സുന്നത്ത് നിസ്കാരത്തിന് വാങ്ക് പ്രതീക്ഷിച്ച് കാത്ത് റൂമിൽ ഇരുന്നപ്പോ ഒരു സഹോദരൻ റൂമിന്റെ വാതിലിൽ മുട്ടി. 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, 50 രൂപ ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് തരും. റെസീപ്റ്റ് വേണ്ട ഉസ്താദേ, റെസീപ്റ്റ് വേണ്ട, എനിക്ക് പേരും പെരുമൊന്നുമില്ല, അള്ളാന്റെ അക്കൗണ്ടിൽ കയറിയാൽ മതി. ഇതാണടാ ആൺകുട്ടികൾ മുഅ്മിനീങ്ങൾ, ഇതാണ്. ഇങ്ങനത്തെ മുത്ത് മാണിക്ക കല്ലുകൾ ഈ നാട്ടിലുണ്ട്. 50,000 രൂപ ഞാൻ ഇന്ന് അസ്തമാനത്തിന് മുമ്പ് ഞാൻ തരും, എനിക്ക് റെസീപ്റ്റ് ഒന്നും വേണ്ട. അപ്പൊ ഞാൻ ദുആ ചെയ്തു, കണ്ണീരൊഴുക്കി. ആ സഹോദരൻ ആമീൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ പരസ്യപ്പെടുത്തുന്നില്ല. നിങ്ങളൊക്കെ വന്നോളൂ, ഇത് ചാൻസാണ്. ഇബ്ലീസ് നിങ്ങളെ വിടൂല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ലുബ്ധ മനോഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രീറ്റ്മെന്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളായി, യഥാർത്ഥ മുഅ്മിനുകളായി നമ്മെ പരിവർത്തിപ്പിക്കുകയും സമുദ്ധരിക്കുകയും ചെയ്യും.